1 സാമുവേൽ 18:14 ഫസ്റ്റ് സാമുവേൽ 18:14 തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, വിജയം വരിക്കാൻ ഉറപ്പാകേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ പറയുന്നതാണ്, കർത്താവ് ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നതിനാൽ അവന്റെ എല്ലാ ഉദ്യമങ്ങളിലും അവൻ വിജയം വരിച്ചു എന്നുള്ള. കർത്താവ് കൂടെയുള്ളതിനാൽ ദാവീദ് തന്റെ ഉദ്യമങ്ങളിലെല്ലാം വിജയം വരിച്ചു. അപ്പൊ നമുക്ക് പുതിയ ഉദ്യമങ്ങൾ നമ്മൾ തുടങ്ങുന്നവരുണ്ട്, പുതിയ ബിസിനസ് തുടങ്ങുന്നവരുണ്ട്, പുതുതായിട്ട് ജോലിക്ക് കയറുന്നവരുണ്ട്, സ്ഥലം മേടിക്കുന്നവരുണ്ട്, വീട് പണിയാൻ പോകുന്നവരുണ്ട്, അല്ലെ? ഇനി അടുത്തത് +2 റിസൾട്ട് ഒക്കെ കഴിഞ്ഞ് പുതിയ കോഴ്സുകൾക്ക് പോകുന്നവരുണ്ട്, വിദേശത്തേക്ക് പോകും. എല്ലാ ഉദ്യമങ്ങളാണ്. ഞാനാണെങ്കിൽ ഇന്ന് ഒരു ചെറിയ ഉദ്യമം, പല ഉദ്യമങ്ങളുണ്ട്. ഈ ഉദ്യമങ്ങളിലെല്ലാം നമുക്ക് വിജയം വരിക്കാൻ നമ്മുടെ ആഗ്രഹമാണ്. അതിനുവേണ്ടി ആദ്യം നമ്മൾ ഉറപ്പാക്കേണ്ടത് കർത്താവ് നമ്മുടെ കൂടെയുണ്ടോ എന്ന് ഉറപ്പാക്കിക്കണം. ഇതാണ് ആദ്യം ഉറപ്പാക്കേണ്ടത്. നമ്മൾ ഓൾറെഡി ഉദ്യമം ചെയ്യുന്ന സ്ഥലം ഓക്കെയാണോ, കാലാവസ്ഥ ഓക്കെയാണോ, സാമ്പത്തികം ഓക്കെയാണോ, ഇതെല്ലാം നമ്മൾ ഉറപ്പാക്കും. ശരിക്കും ഉറപ്പാക്കേണ്ടത് ദൈവം എന്റെ കൂടെയുണ്ടോ ഈ ഉദ്യമത്തിൽ എന്നാണ് ഉറപ്പാക്കേണ്ടത്. മോശയുടെ പ്രാർത്ഥന അതല്ലേ, കർത്താവെ അങ്ങ് കൂടെ വരുമെങ്കിൽ ഞങ്ങൾ ഈ ഭൂമുഖത്തിൽ ഏറ്റവും ടോപ്പ് ജനമായിരിക്കും എന്നല്ലേ പറയുന്നത്, അല്ലേ? കർത്താവ് ജോസഫിന് അല്ലേ, കർത്താവ് കൂടെ എല്ലാത്തിലും വിജയമല്ലേ. ഇപ്പൊ ദാവീദിന്റെ കേസ് അങ്ങനെയല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉറപ്പാക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, പോകുമ്പോൾ പാസ്പോർട്ട് ആദ്യം ഉറപ്പാക്കണം വിദേശത്തേക്ക് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഏത് കാര്യത്തിനകമേ കർത്താവിന്റെ കൂടെയുണ്ടോ, കർത്താവിന്റെ കൂടെയുണ്ടെന്ന് ഉറപ്പാക്കണം. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, അല്ലേ? അപ്പൊ അത് പോയി ചോദിക്കുക, ഇങ്ങോട്ട് ചോദിച്ചാൽ വലിയ വിഷയമാവും. കാരണം വെച്ചാൽ അത് വലിയൊരു വിഷയമാണ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് തെളിവെന്താണെന്നുള്ളത് ഉണ്ട്. അത് പിന്നെ എപ്പോഴെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ ഒരു ആവശ്യത്തിനൊക്കെ എടുക്കാം. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾ തന്നെ ചിന്തിച്ചോ, ദൈവം നമ്മുടെ കൂടെ ഉള്ളതിനെ തെളിവെന്താന്നൊക്കെ ഉള്ളത്, അല്ലേ? പല കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരൻ നമ്മുടെ ജീവിതത്തിൽ ഏത് ഉദ്യമവും വിജയിക്കണമെങ്കിൽ ഈശോ നമ്മുടെ കൂടെ വേണം. കാരണം നമ്മളല്ല, ഈശോയാണ് അധ്വാനം, ഈശോയാണ് പ്രവർത്തിക്കുന്നത്. ബാക്കി എന്തുണ്ടെങ്കിൽ ഈശോ കൂടെ ഇല്ലെങ്കിൽ പോയില്ലേ? അങ്ങനെ ഒരു പാട്ടില്ല, ഒന്നുമല്ലെങ്കിലും ഒന്നുമില്ലെങ്കിൽ എല്ലാം ഉണ്ടെങ്കിൽ ദൈവം ഇല്ലെങ്കിൽ പാഴായി പോയില്ലെന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ ഉണ്ടല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. നമുക്ക് ശ്രദ്ധിക്കാം, ഇത് ഉറപ്പാക്കണം എല്ലാ കാര്യത്തിലും കേട്ടോ. ഇവിടെ യാത്ര പോകുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്, ഉറപ്പാക്കണം. ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, ജെറമ്യാ 2 പുരോഹിതന്മാര് കർത്താവ് എവിടെയെന്ന് ചോദിച്ചില്ല എന്ന വചനം കിടക്കും, കർത്താവിനെ അന്വേഷിച്ചില്ല എന്ന വചനം കിടക്കും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. എല്ലാ ജീവിതാന്തസ്സുള്ളവർക്കത് ബാധകം. പ്രൈസ് ദി ലോർഡ്.